വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ബീൻസ് കൊണ്ടൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ പുഴുങ്ങിയ ബീൻസ്, തേങ്ങ തിരുമ്മിയത്, ഉണക്കമുന്തിരി, പഞ്ചസാര, ജീരകം, ഏലക്കായ്, പിന്നെ നെയ്യ്, ആവശ്യത്തിന് നെയ്യ്, ഇവയാണ് നമുക്ക് ഒന്ന് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരം. നമ്മൾ വൈകിട്ട് ചായയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമുക്കതിന് ആദ്യമായിട്ട് പാൻ എടുത്ത് ചൂടാക്കാം. അതിലേക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് നെയ്യ് ഒഴിക്കുക. 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കി, ഇപ്പോൾ ഏകദേശം നല്ലത് ചൂടായി. അതിലേക്ക് നമ്മുടെ ഉണക്കമുന്തിരി ഈ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കുക. ബ്രൗൺ കളറായിട്ടുണ്ട്, ഒന്ന് നാലുകൊണ്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഈ വേവിച്ചെടുത്ത ബീൻസ് അതിലേക്ക് ഇട്ട് ചൂടാക്കിയെടുക്കുക. നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക ബീൻസ്. ഇത് സാധാരണ നമ്മളെ മമ്പയർ ആണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതിൽ ചെറുപയർ ഉപയോഗിക്കാം. ഇത് നല്ലതുപോലെ ഉപ്പിടാതെ നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. ബീൻസാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ചെറുപയറും യൂസ് ചെയ്യാം. ഇത് നല്ലതുപോലെ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഏലക്കായ് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ജീരകം, നമ്മൾ തിരുമ്മി വെച്ച തേങ്ങാപ്പീര നമുക്കിതിൽ ടോപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്രൗൺ കളറാവുന്നതിൽ ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുക. വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായയുടെ കൂടെ ഉപയോഗിക്കാവുന്നൊരു പലഹാരമാണ്. അതുപോലെ നമ്മളെ കുട്ടികൾക്കും നല്ല വൈറ്റമിൻസാണ്. മിനറൽസ്, വൈറ്റമിൻസ്, പ്രോട്ടീൻ ഇവ കൂടുതൽ അടങ്ങിയതാണ് ബീൻസ്. കുട്ടികൾക്ക് ഏറ്റവും ഉത്തമമായതൊന്നാണ്. ഇത് ബ്രൗൺ ആകുന്നവരെ നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ബാലൻസ് വന്ന ഷുഗർ മിക്സ് ചെയ്യും. ഷുഗറിന് പകരം പിന്നെ നമുക്ക് ജാഗരി ഉപയോഗിക്കാം, ശർക്കര ഉപയോഗിക്കാം, പിന്നെ തേൻ ഉപയോഗിക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് അതിനനുസരിച്ച് മാറ്റി നമുക്ക് കുട്ടികൾക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഷുഗർ വേണ്ടാത്തവർ ഷുഗർ ആഡ് ചെയ്യാതെയും ഉപയോഗിക്കാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള ഇട്ട ഷുഗർ നല്ലതുപോലെ മെൽറ്റായി ഉരുകി ഈ ബീൻസിലേക്ക് യോജിക്കുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പലഹാരം റെഡിയാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യാനാണ്. ചായയുടെ കൂടെയോ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പലഹാരം, ഈവനിങ് പലഹാരം. ഇത് വിറ്റാമിൻസ് കൂടുതലാണ്. ഇതിൽ ശരീരത്തിന് ആവശ്യമായ എല്ലാ മിനറൽസും കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു പോഷകാഹാരം കൂടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.